ഹലോ കൂട്ടുകാരെ, 2 ദിവസം മുമ്പ് ലൈവിൽ വന്നപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ച് പറഞ്ഞു തരുമോ എന്ന്. അപ്പോൾ ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇതിന് ശാസ്ത്രീയമായിട്ടൊരു വശമുണ്ട്, സ്പിരിച്വാലിറ്റിയിൽ ഇനിയൊരു വശമുണ്ട്. അപ്പോൾ ശാസ്ത്രീയമായിട്ട് പറയുന്നത്, നമ്മുടെ ബ്രെയിൻ സെൽസ് ഒരു ടെമ്പററി വേയിൽ നമ്മളുടെ ബോഡീനെ ഫീൽ ആവാൻ പറ്റാത്ത ഒരു ഫേസിൽ വരുമ്പോൾ, അത് പെർമനൻ്റ് അല്ല, ടെമ്പററി ആയിട്ട് ആ ഒരു ഫേസിൽ വരുമ്പോൾ നമ്മൾക്ക് വരുന്ന തോട്ട് പാറ്റേൺ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ആ ഒരു ആലോചനകളെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് സയൻറ്റിഫിക്കലി പറയുന്നത്. എന്നാൽ സ്പിരിച്വാലിറ്റിയിൽ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മളൊക്കെ സ്പിരിച്വൽ ബീയിങ്സ് ആയതുകൊണ്ട് സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാം. നമുക്കൊക്കെ അറിയാം, എവറിത്തിങ് ഈസ് എനർജി എന്ന്, അല്ലേ? ഇതൊരു ക്വാണ്ടം സയൻസ് ആണ്. എല്ലാം എനർജിയാണ്. എനർജീനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഫോമിനെ മാത്രമാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒരു നെഗറ്റീവ് തോട്ട് പാറ്റേണിലുള്ള ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരാൻ പറ്റും. പക്ഷേ ആ നെഗറ്റീവ് തോട്ട് പാറ്റേണെ നമുക്ക് അവിടെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ മൈൻഡിൽ, ബ്രെയിൻ വേവ്സിൽ നിന്നും മൈൻഡിൽ നിന്നും ഒക്കെ. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെയും എനർജീസാണ്. ആൻഡ് നമ്മളൊക്കെയും മൾട്ടി ഡൈമെൻഷനൽ ബീയിങ് ആണ്. അതായത് ഡിഫറെൻറ്റ് ഡൈമെൻഷൻസിൽ ഏത് സമയവും പോകാൻ കഴിവുള്ള ബീയിങ്സ് ആണ്, എനർജീസാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് പല ഡൈമെൻഷൻസിൽ എല്ലായ്പ്പോഴും പോകാൻ പറ്റാതെ വരുന്നതിൻ്റെ, അതിനായിട്ട് തടസ്സം നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം നമ്മളുടെ ഫിസിക്കൽ ബോഡി മാത്രമാണ്. എന്നാൽ നമ്മൾക്ക് ഈ ഒരു 3Dയിൽ എർത്തി വേയിൽ എക്സിസ്റ്റ് ആവണമെങ്കിൽ നമുക്ക് ബോഡി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം സോളിന് അതിൻ്റെ പർപ്പസ് ചെയ്യാനും കാര്യങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഫിസിക്കൽ ബോഡി അനിവാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ ബോഡി എക്സ്പീരിയൻസ്, ഒരു സോൾ ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ ഏതൊരു ഡൈമെൻഷൻസിലും ഒരു ട്രാവൽ ചെയ്ത് അവിടെ ആക്സസ് ചെയ്ത് ഇതുവരെ നമുക്കറിയാത്ത പല കാര്യങ്ങളെയും മനസ്സിലാക്കുകയോ അതിനെയൊക്കെ പഠിക്കുകയോ ഒക്കെ ചെയ്യാനായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ. അപ്പോൾ ഔട്ട് ഓഫ് ദ ബോഡി എങ്ങനെയാണ് സോൾ പോകുന്നത്, പിന്നെയും തിരിച്ചെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ആക്ച്വലി നമ്മളുടെ തേർഡ് ഐ ആൻഡ് ക്രൗൺ ചക്ര, സ്പെഷ്യലി തേർഡ് ഐ ചക്രയിൽ നിന്നും നമുക്കൊരു സിൽവർ കോഡാണ് നമ്മളുടെ ഒരു സോളും ബോഡിയും തമ്മിലുള്ള ഒരു ബന്ധം. ഈ ഒരു കോഡെന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിരിക്കും എല്ലായ്പ്പോഴും. അതായത് നമ്മൾ മരിക്കുന്ന സമയത്ത് ഈ കോഡ് കട്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കോഡ് കട്ടാകുമ്പോൾ സോളിന് ടോട്ടലി ബോഡിയിൽ നിന്നും ഒരു വിമുക്തി കിട്ടിയിട്ട് ആ സോൾ അതിൻ്റെ ഒരു ഹയർ ഡൈമെൻഷൻസിലേക്ക്, അതിൻ്റെ ആ ഒരു ലെവൽ ഓഫ് ഡൈമെൻഷൻസിൽ എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി ഒന്ന് ടഫറായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഒന്നുകൂടെ വീഡിയോ കേട്ട് നോക്കുക, മനസ്സിലായില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ ഈ ഒരു കോഡ് ഓൾവേസ് കണക്റ്റഡ് ആണ് ബോഡിയിലേക്ക്, അല്ലേ? അപ്പോൾ ഓൾവേസ് നമ്മൾ ആ ഒരു മൾട്ടി ഡൈമെൻഷൻസിലേക്ക് പോകുമ്പോൾ പിന്നെയും നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു കഴിവ് ഈ ഒരു കോഡ് ത്രൂ ആണ് നമ്മൾ വരുന്നത്, അല്ലെങ്കിൽ തിരിച്ചു വരുന്നത്. അപ്പോൾ ആസ്ട്രൽ ട്രാവലും ആസ്ട്രൽ പ്രൊജക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആസ് എ സോൾ നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓൺലി തിങ്, നമ്മൾ അവിടെ കൂടുതൽ നമ്മൾ സോൾ ലെവലിൽ കണക്റ്റഡ് അല്ലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മളുടെ മൈൻഡിനെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാകാത്തത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആസ്ട്രൽ ട്രാവൽ എന്ന് പറയുന്നത് നമ്മൾ ഉറക്കത്തിലാണ് കൂടുതലായിട്ടും, അതായത് നാച്ചുറലി നമ്മൾ അതർ ഡൈമെൻഷൻസിലേക്കൊക്കെ പോയി വിസിറ്റ് ചെയ്ത് നമ്മളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്ന ഒരു കാര്യം. അത് നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെ കാണുന്ന കാര്യമാണെങ്കിലും, ആ ഒരു ജേർണിയിലുള്ളവരാണെങ്കിൽ ട്വിൻ ഫ്ലെയിംസിനെ മീറ്റ് ചെയ്യാറുണ്ട് ആസ്ട്രൽ ട്രാവലിലൂടെ. അപ്പോൾ അതേപോലെ തന്നെ ആൻസിസ്റ്റേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യാറുണ്ട് ഈ ആസ്ട്രൽ ട്രാവലിലൂടെ. അതാണ് നമ്മൾക്ക് ഡ്രീംസ് എന്ന് പറഞ്ഞ് നമ്മൾ ഫീൽ ആവുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ ഡൗൺലോഡ്സ് വരുന്നത്. എഗെയിൻ, ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങളെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എഗെയിൻ ആസ്ട്രൽ പ്രൊജക്ഷൻ നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യരുത്. അതിനൊരു വാർണിംഗ് പോലത്തെ കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. കാരണം
ഇതിൽ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ആണെന്നാണ് പറഞ്ഞത് അസ്ട്രൽ പ്രൊജക്ഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് 3Dയിലാണ്, തേർഡ് ഡയമെൻഷനിലാണ്. നമ്മൾ അസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ താഴേക്കും പോകാം, അതായത് 2D ആൻഡ് 1Dയിലേക്കും പോകാം, ഹയർ റിലാംസിലേക്കും ആക്സസ് ചെയ്യാം. ഹയർ റിലാംസിലേക്ക് ആക്സസ് ചെയ്യുമ്പോൾ നമ്മളുടെ സോൾ ലെവലിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഹീലിംഗ് നടക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് വലിയ പ്രശ്നം വരാറില്ല. എന്നാൽ നമ്മളൊരു 2D അല്ലെങ്കിൽ 1Dയിലേക്ക് പോകുമ്പോൾ, അതായത് സെക്കൻഡ് ഡയമെൻഷൻ ആൻഡ് ഫസ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കൂരിട്ടിട്ട് പോലത്തെ സംഭവമാണ്. എല്ലാ നെഗറ്റീവ് എനർജീസും ഉള്ളത് ഈ 2 ഡയമെൻഷൻസിലായിരിക്കും. നമ്മളവിടെ പോകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഒരു അറ്റാക്സ്, അതായത് നെഗറ്റീവ് അറ്റാക്സ് സ്പിരിച്വാലിറ്റിയിലുള്ളവർക്ക് ഇൻ പെർട്ടിക്കുലറായിട്ടും നമ്മൾ ഹീലിംഗ് നടത്തുമ്പോൾ നമ്മളൊക്കെ ഒരു ലൈറ്റിൻ്റെ എനർജിയിലേക്ക് വരും. ഒരു ലൈറ്റ്, അതായത് ഒരു ലൈറ്റായിട്ട് മാറും. അപ്പോൾ ഇരുട്ടുള്ളിടത്തേക്ക് നമ്മൾ പോകുമ്പോൾ അത്രയ്ക്കധികം നമുക്ക് അറ്റാക്സ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അസ്ട്രൽ പ്രൊജക്ഷൻ ഒരു ഗൈഡിൻ്റെ കീഴിലല്ലാതെ, ഒരാൾ പഠിപ്പിക്കുന്ന ഒരാളുടെ അടുത്തുനിന്ന് ആ ഒരു കാര്യം പഠിച്ചിട്ടല്ലാതെ നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതത്ര സേഫർ കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, അസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ അത്രയും ഹീൽഡാണ്, ഒരു ഹൈ വൈബ്രേഷണൽ എനർജിയിൽ നിൽക്കുന്ന സോൾസ് ആണെങ്കിൽ ഓക്കെ, അവർക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ അത് ചെയ്യുമ്പോൾ ഒരിക്കലും മറ്റുള്ള സോൾസിനെ കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ ഇത് ഉപയോഗിക്കരുത്. എല്ലായ്പ്പോഴും സെൽഫായിട്ട് നമ്മളുടെ സോളിൻ്റെ കാര്യങ്ങൾ അറിയാൻ ആൻഡ് എഗെയിൻ നമ്മളുടെ സോളിൻ്റെ ഹീലിങ്ങിന് മാത്രമായിട്ട് അസ്ട്രൽ പ്രൊജക്ഷൻ ഉപയോഗിക്കുക. കാരണം അസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്ത് നമ്മൾ മറ്റുള്ള സോൾസിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട്, അല്ലെങ്കിൽ സോൾസുമായിട്ട് കാണാനായിട്ട്, മേ ബി നമ്മൾ മരിച്ചുപോയ നമ്മളുടെ പേരൻസിനെയൊക്കെ കാണാനായിട്ട്, അല്ലെങ്കിൽ പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ആയിരിക്കാം, ആൻസിസ്റ്റേഴ്സ് ആയിരിക്കാം. ഇതൊക്കെയും നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ പിന്നെയും നമ്മൾ ആ കോഡ്സ്, എത്തറിക് കോഡ്സ് അവരുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് പ്രോപ്പറായിട്ട് നമ്മളവിടെ കോഡ് കട്ടിങ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെയും ഈ തരത്തിലുള്ള, അതായത് ആൻസിസ്ട്രൽ ഹീലിംഗ് ചെയ്തിട്ടും അത് കർമ്മയൊക്കെ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞവർ പിന്നെ ആ ഒരു കാർമിക് പാറ്റേണിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഇങ്ങനത്തെ പല പല കാര്യങ്ങളാണ് അസ്ട്രൽ പ്രൊജക്ഷൻ ഒറ്റയ്ക്ക് ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ കാരണം. ആൻഡ് ഒരു പക്ഷേ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൃത്യമായിട്ട് പഠിപ്പിച്ച് തരുന്ന ഏതെങ്കിലും ഒരു ഗുരുവിനെ ഇൻഡ്യൂട്ടീവ്ലി ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിത് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് റെക്കോർഡ് റീഡിങ്ങിനായിട്ട്, റേക്കി അറ്റ്യൂട്ട്മെൻറ്റിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.